മലേഷ്യൻ ടൂറിൻ്റെ 6ാമത്തെ ദിവസമായ ഇന്ന് ഈസി ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് പുത്രജയിലേക്കാണ്. KLIA ട്രാൻസിറ്റ് ട്രെയിനിൽ 28 റിങ്കറ്റിൻ്റെ അരമണിക്കൂറിൻ്റെ ഓട്ടാണ് ഇന്ന് അങ്ങോട്ടേക്കുള്ളത്. അങ്ങനെ പുത്രജയിലെത്തിയ നമ്മൾ 8 റിങ്കറ്റ് കൊടുത്ത് ഗ്രാബും വിളിച്ച് നേരെ പോയത് സൈബർ ജയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എപ്പെക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിനകത്തേക്കാണ്. 35ാമത്തെ നിലയിലാണ് നമ്മൾ റൂം എടുത്തത്. ഇവിടെ റൂം എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കടുക്കുക അതുപോലെ തന്നെ നല്ല സൈറ്റ് സീയിങ്ങും ഉണ്ടാവും. ഗ്രാബ് വഴി ബുക്ക് ചെയ്ത് റൂമിനകത്ത് നമുക്ക് 2600 ഇന്ത്യൻ റുപ്പീസാണ് ആയത്. അങ്ങനെ ഫ്ലാറ്റിൽ ലഗേജെല്ലാം വെച്ച ശേഷം നമ്മൾ നേരെ പുത്ര സ്ക്വയറിലേക്ക് പോയി. പോകുന്ന പോക്കിൽ ഈ മനോഹരമായി കാണുന്ന ബിൽഡിങ്ങാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പിങ്ക് മസ്ജിദാണ്. പുത്ര മോസ്ക് എന്ന് തന്നെ പറയൽ. വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന വലിയൊരു മസ്ജിദാണ്. ചുറ്റിലും നല്ല ആംബിയൻസാണ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പുത്ര ലേക്ക് ഉണ്ട്. നല്ല വൃത്തിയുള്ളൊരു പ്രദേശമാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഓഫീസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. എല്ലാം ഈ ഒരു ഒറ്റ പാറ്റേണിലാണ് ഉണ്ടാവില്ല. ഒരു പിങ്ക് കളർ മിക്സ് ആയിട്ടുള്ളൊരു പാറ്റേണാണ് കംപ്ലീറ്റ്ലി. ടൈൽസ് ആയിക്കോട്ടെ, ചുമരായിക്കോട്ടെ, എല്ലാ പെയിൻറ്റും കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ തന്നെ വലിയൊരു തൂണുണ്ട്. പിന്നെ ആർട്ട് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് പുത്ര ബ്രിഡ്ജ്. ചുരുക്കി പറഞ്ഞാൽ പ്രധാന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചുറ്റുപാട് തന്നെ കാണാൻ പറ്റും. പ്രധാനമന്ത്രിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ പുത്ര ബ്രിഡ്ജ്, പുത്ര ലേക്ക്, പിന്നെ സ്വാതന്ത്ര്യദിന പരേഡ് നടത്തുന്ന സ്ഥലങ്ങൾ ഈ അടുത്ത് തന്നെയാണ്. നമുക്ക് വളരെ ഹൈറ്റുള്ളൊരു പ്രദേശത്താണ് ഈ ഒരു പ്രധാനമന്ത്രിൻ്റെ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റുഭാഗത്ത് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ മെയിൻ കവാടം. അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയമാണ് നമ്മൾ അവിടെ എത്തിയത്. കാരണം നട്ടുച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു ഇട്ടാവട്ടത്തിൻ്റെ നടുക്കായിട്ട് തന്നെ വലിയൊരു ഗ്രൗണ്ട് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യദിന പരേഡും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കോലാലംപൂർ സിറ്റി നല്ല തിരക്ക് നിറഞ്ഞ സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 2003 മലേഷ്യൻ്റെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ നേരെ പുത്രജയിലേക്ക് മാറ്റിയത്. ഇവിടെ വളരെ നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആയിട്ട് ക്രൂയിസ് ഷിപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. ക്രൂയിസ് ഷിപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ദൂരത്തുനിന്ന് ചുറ്റി കണ്ട ശേഷം നേരെ വിശക്കുന്നുണ്ടായതുകൊണ്ട് ലേറ്റായിട്ട് ഫുഡും കഴിച്ച ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക്. ഇവിടുന്ന് 6 റിങ്കറ്റിൻ്റെ ഗ്രാം വിളിച്ച് നമുക്ക് നേരെ പോകേണ്ടത് പുത്ര ലേക്കിൻ്റെ നേരെ മറുകരയിലെ അയൺ മോസ്കിലേക്കാണ്. ത്വാങ്കോങ് മീസാൻ സൈനുലാബ്ദീൻ മസ്ജിദ് എന്നാണ് എൻ്റെ ശരിക്കും പേര്. ഈ ഭാഗമെല്ലാം ഒന്ന് ചുറ്റി കണ്ട ശേഷം നമുക്ക് നേരെ ഇനി പോകേണ്ടത് നേരെ കാണുന്ന മില്ലേനിയം മൊനുമെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ പോകുന്നതിന് മുമ്പിലായിട്ട് നേരെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, കാരണം നേരത്തെ ലേറ്റായിട്ട് കഴിച്ചതെന്നല്ല. അങ്ങനെ അവിടെ പോയി ഫുഡെല്ലാം ഒന്ന് നോക്കി ഒരു ജ്യൂസൊക്കെ ആദ്യം കഴിച്ച് പിന്നെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അത്യാവശ്യം തിരക്കേടില്ലാത്ത രൂപത്തിൽ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാടെങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് കൂടി എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ്. കുറേയെല്ലാം നമ്മുടെ നാട്ടിലെ തന്നെ പോത്തും കാലും അതുപോലെ തന്നെ ബാക്കി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് തന്നെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പോയി നമ്മളൊരു റാപ്പെല്ലാം കഴിച്ച് അങ്ങനെ ഈ ചുറ്റുഭാഗത്തിലെ കുറേ ഫുഡെല്ലാം അങ്ങനെ നോക്കി കുറച്ച് നേരം വീഡിയോ എടുത്ത്. ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ്. കാരണം ചില സീസൺ സമയത്ത് മാത്രമേ ഇതുള്ളൂ എന്നൊക്കെ തോന്നുന്നത്, അറിയില്ല. അപ്പം ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ളൊരു ഐറ്റം വേറൊരു ഷോപ്പിനകത്തില്ല. അതായത് നീട്ടത്തിലുള്ള ഒരു ഏരിയ ആണ്. ഒരു സ്ഥലത്ത് ഇപ്പം സൂപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റമാണെങ്കിൽ അടുത്ത സ്ഥലത്ത് വേറെ ആയിരിക്കും. എല്ലാം വെറൈറ്റി അതായത് ഒന്നൊന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ ആൾക്കാരും ചെയ്യുന്നത്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കും നല്ലതാണ്. പിന്നെ പോകുന്ന ആൾക്കാർക്ക് തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ താരതമ്യേന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വില കുറവാണ് ഇവിടെ കണ്ടത്. കാരണം ഒരുപാട് ഐറ്റം സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളായതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഒറ്റത്തവണ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 3-4 ദിവസം ഈ ചുറ്റുഭാഗത്ത് തന്നെ നിൽക്കേണ്ടി വരും. എന്തായാലും നമുക്ക് സാധിക്കാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോസ് തന്നെ കൃത്യമായിട്ടൊന്ന് പകർത്തിയെടുത്ത്. ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ടൈപ്പ് മുട്ടായിയാണ്. അത് പല തരത്തിലുള്ള കളറിലുണ്ട്. അപ്പം അത് നമുക്ക് അതിനകത്ത് കയറി നമുക്ക് തന്നെ ബഫോ പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ചെറിയ പൈസ അതിൻ്റെ അകത്താണെന്നില്ല, 5 റിങ്കറ്റ് കൊടുത്ത് ഞങ്ങൾ നമുക്കത് തൂക്കക്കണക്കിന് കിട്ടും.
പല കളറിലായിട്ട് അട്രാക്റ്റീവായിട്ട് രൂപത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്. അത് മാത്രമല്ല മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഇസ്ലാമിക് കോംപ്ലക്സ് ഓഫ് മലേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ കവാടമാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. പിന്നെ നേരെ മുമ്പിലേക്ക് കാണുന്നതാണ് മലേഷ്യൻ്റെ ഫെഡറൽ കോടതി, ഇസ്താന കെഹാക്കിമ എന്ന് പറയും ഈ സ്ഥലത്തിനെ. ഇതിന് മുമ്പിലായിട്ട് വിശാലമായിട്ടുള്ളൊരു മൈതാനിയുണ്ട്. നമ്മൾ ഫുഡ് അവിടെ നിന്ന് പാർസൽ വാങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് കഴിക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ മലേഷ്യൻ്റെ ദേശീയ സ്മാരകമായിട്ടുള്ള മില്ലേനിയം സ്മാരകത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന പോക്കിലെ വഴിയാണ് ഈ കാണുന്നത്. വളരെ വൃത്തിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. സമാധാനപരമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. ടൂറിസ്റ്റ് പാക്കേജിൽ ഒരുപാട് ഏരിയ നമുക്കിത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നടന്ന് കാണാൻ പറ്റുന്ന ഏരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. നല്ല അടുക്കടുക്ക് തന്നെ വരുന്നത്. ഇതാണ് ആ മില്ലേനിയം സ്മാരകം. 68 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. 25 ഹെക്ടർ വിസ്തൃതിയുള്ള വലിയൊരു പാർക്കിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവം കൂടി ഉണ്ട്. അതായത് ഈ ക്രൂയിസ് കപ്പലുകളെല്ലാം നിയന്ത്രിക്കുന്ന ലൈറ്റും കാര്യങ്ങളും 360 ഡിഗ്രിയിൽ കാണുന്ന ലൈറ്റും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരു വൈകുന്നേര സമയത്ത് നടക്കാനും സൈക്കിൾ സവാരി നടത്താനെല്ലാം നല്ല രസമുണ്ട്. അവിടെ കുറേ ആൾക്കാർ സൈക്കിൾ സവാരി നടത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ പുറമേലൊരു വ്യൂ. യുണൈറ്റഡ് സ്റ്റേറ്റിലെ വാഷിങ്ടണിൽ DC വാഷിങ്ടൺ സ്മാരകത്തിന് സമാനമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പുത്രജയ ലാൻഡ്മാർക്കിന് ശേഷം പുത്രജയയിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ദേശീയ സ്മാരകം കൂടിയാണത്. അപ്പോൾ നേരെ നമ്മളതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറിയായിരുന്നു. അപ്പം കയറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൈവരിയായിട്ടുള്ള ഗ്ലാസ്സിനകത്ത് കുറേ കൊത്തി വെച്ച സംഭവം കാണാൻ പറ്റും. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ പ്രധാന ചരിത്ര സംഭവമായ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് അതിനകത്ത് നേരെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ വർഷം നടന്ന സംഭവമൊക്കെ. അപ്പം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം സ്റ്റഡി പർപ്പസിന് പോകുന്ന പിള്ളേർക്കെല്ലാം ഇത് വളരെ ഉപകാരപ്പെടും. അവരുടെ നാട്ടിൽ തന്നെ ആൾക്കാർക്ക് അവരുടെ രാജ്യം കടന്നു പോയ കാലഘട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാനും ഓർമ്മപ്പെടുത്താനൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. മലേഷ്യൻ ഗവൺമെൻറ് സ്റ്റാർട്ടായത് മുതൽ ഇന്ന് വരെ ഇല്ലേ ഓരോ വർഷത്തിലും സുപ്രധാന സംഭവങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 6 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ദിവസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ആംബിയൻസ്. ഒരു സന്ധ്യാസമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത്. അതായത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുമ്പിലെ. അതുകൊണ്ട് തന്നെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ആംബിയൻസോടുകൂടി തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ റഹ്മാനിലെ നല്ല സൂറത്തുകൾ അതിമനോഹരമായിട്ട് നമ്മൾ നേരത്തെ പോയ പള്ളിയില്ലേ, അതായത് അയൺ മസ്ജിദ്, അവിടുന്ന് വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ അനുഭവിച്ചറിയുന്നേ വേണം. കാരണം ഒരു വ്ളോഗറും ഇത് വ്ളോഗ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. യാദർശികമായിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ആ ഖുർആൻ പാരായണം ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നടന്ന ദിവസം കൂടിയാണ്. കാരണം നടന്ന ക്ഷീണം പറഞ്ഞിട്ട് അത്ര നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. കാരണം ഈ കാണുന്നതാണ് പുത്ര ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളിലും എടുത്ത് നമ്മളിവിടുന്ന് നല്ല നീങ്ങി. ഏകദേശം നേരെ ഇരുട്ടാനായി. നമുക്ക് നേരെ പോകേണ്ടത് നമ്മളെ ഫ്ലാറ്റിലേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്നത് ആ നേരത്തെ കണ്ട പുത്ര ബ്രിഡ്ജില്ലേ അതിനകത്താണ്. ഭയങ്കര സീനറിയാണ്, ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം സൈബർ സിറ്റിയിലെത്തി. അത് തിരിച്ച് നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഭയങ്കര സീനറിയാണ്. കാരണം മറ്റു ടോപ്പിലായതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ജോലിയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അധിക സ്ഥലത്തേക്കും പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ്. എങ്കിലും നമ്മളെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തും എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു മുനീർച്ച എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചത് കൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഗ്രാബിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ. ത്വയ്ബ റെസ്റ്റോറൻ്റ് എന്നാണ് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് വിഭവങ്ങളെല്ലാം ആക്കിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായി. ഇതാണ് മുനീർച്ചാൻ്റെ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞാനും ആയിഷയും ഷുഹൈലും വയറ് നിറച്ചും ഭക്ഷണം കഴിച്ച് അവിടുന്ന് കുറേ വിശേഷങ്ങളെല്ലാം സംസാരിച്ച് ഒരു സെൽഫിയെല്ലാം എടുത്ത് അങ്ങനെ മുനീർച്ചാൻ്റെ ഹോട്ടലിൻ്റെ ചുറ്റുഭാഗത്തിലെ സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ട്. ആ മുനീർച്ച എന്ന ട്രീറ്റിൽ വയറ് മാത്രം നമ്മളെ മനസ്സടക്കം നിറഞ്ഞു.
അത് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മുതിർച്ച ഒരുപാട് സമ്മാനങ്ങളെല്ലാം തന്നു. ഭയങ്കര സന്തോഷമായി നമുക്ക്. ഒരുപാട് സ്ഥലങ്ങൾ നടന്നു പോകേണ്ട നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി കിടന്നുറങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ആയിഷാനെയും കൂട്ടിയിട്ട് പാർക്കിലേക്കെല്ലാം പോയി കുറേ നേരം കളിച്ച്, പിന്നെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളെല്ലാം കളിച്ച്. ഇതൊക്കെ ഉള്ളത് ഈ ഫ്ലാറ്റിൻ്റെ 30ാമത്തെ നിലയിലാണ്. അങ്ങനെ ഒരു ഉച്ച സമയത്താകുമ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിലേക്ക് നേരെ ഗ്രാബ് വിളിച്ചിട്ട് പോയി. നമ്മൾ ഫ്ലൈറ്റ് ശരിക്കും 8 മണിക്കാണ്. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ടെർമിനൽ 1-ലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായത്. അങ്ങനെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി 1:30 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് കയറേണ്ട വന്നത്. അങ്ങനെ ഫ്ലൈറ്റ് കയറി ശക്തമായ മഴയാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ട് ലാൻഡിങ് ചെയ്യാൻ പോയെടുക്കുന്ന രണ്ടാമതും ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെയും ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കറങ്ങിയ ശേഷമാണ് രണ്ടാമത് ഫ്ലൈറ്റ് ഇറക്കിയത്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിച്ചിന് അന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ച പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ 6 എപ്പിസോഡിലാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത യാത്രാ വിശേഷവുമായി വീണ്ടും കാണാം.